ന്യൂക്ലിയർ വെപ്പൺസ് താൽക്കാലികമായി ഫ്രീസ് ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ പറയുന്നത് ഫ്രീസ് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളുടെയും താല്പര്യം എന്ന് പറയുന്നത് അവരുടെ സെക്യൂരിറ്റിയും ആ രാജ്യത്തുള്ള ജനങ്ങളെയും ഇത് ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മസൂദ് പെഷഷ്കാൻ റഷ്യയുമായിട്ട് ഡിസ്കഷൻ നടത്തിയപ്പോൾ പുടിൻ ഇവർക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു, വ്ളാദിമിർ പുടിൻ. അതായത് ഇവർക്ക് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാനും അതിൻ്റെ മെറ്റീരിയൽസും റഷ്യൻ ടെക്നോളജി കൈമാറാൻ തയ്യാറാണെന്ന് ഇവർ തന്നെ ജോയിന്റ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. പുടിനുമായിട്ടും മസൂദ് പെഷഷ്കാനും കഴിഞ്ഞ മാസം നടത്തിയ വിസിറ്റിൽ. ഇതെല്ലാം വായിച്ചു നോക്കുവാണെങ്കിൽ ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ ഇസ്രായേൽ കയറി ഇറാനെ അറ്റാക്ക് ചെയ്താൽ റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം റഷ്യയുടെ സ്ഥിതി പരിതാപകരം. അവർ ഉക്രൈനിൽ എൻഗേജ്ഡ് ആണ്. അത് മറ്റൊരു ഇഷ്യൂ ആയിട്ട് പോകുന്നു. ഇപ്പുറത്ത് ഇസ്രായേൽ കയറി ഇതിനെ അങ്ങ് നിരത്തുവാണെങ്കിൽ ഇതോടുകൂടി അവിടെയുള്ള ഏതെങ്കിലും റെസിസ്റ്റൻസ്, ഇപ്പോൾ ഹമാസിന്റെ പിന്തുണയാണെങ്കിലും അതേപോലെ മറ്റുള്ള പ്രോക്സി മിലിഷ്യ ഗ്രൂപ്പുകളുണ്ട്, അതിൻ്റെ പിന്തുണയാണെങ്കിലും ഇതിനെല്ലാം കൊടുക്കുന്ന ഇറാന്റെ ഈ സാന്നിധ്യം പൂർണ്ണമായിട്ട് ഇല്ലാതായി മാറും. അതേപോലെ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇസ്രായേലിനും ഈ പറയുന്ന സൗദിക്കും UAE-ക്കും താല്പര്യമുള്ളതുപോലെ ഈ പാലസ്തീനുമായിട്ടുള്ള ഗാസയുടെ ഇഷ്യൂവിന് ആരും സപ്പോർട്ട് ചെയ്യാനുള്ള ആ സമയത്ത്, കാരണം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് തൊലച്ച് കഴിഞ്ഞ് ഇവരെ നേരെ ജോർദാനിൽ ഈജിപ്തിലോട്ട് കൊണ്ടുപോകാൻ നേരത്ത് ഇവർക്കും വലിയ തടസ്സമൊന്നും ഉണ്ടാവുന്നില്ല.